ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നല്ലൊരു മഴ ദിവസമാണ്. ഞാനിപ്പോൾ പാലക്കാടാണ് ഉള്ളത്. ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 7 o'clock ഇപ്പോൾ. ആൻഡ് ടുഡേ ഈസ് എ വെരി സ്പെഷ്യൽ ഡേ. എൻ്റെ ചേച്ചിയുടെ 3ാമത്തെ കൊച്ചിൻ്റെ ചോറൂണാണ്. അപ്പോൾ പാലക്കാട് തന്നെ ഒരു അമ്പലത്തിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ മഴ ഇന്ന് അത്യാവശ്യമുണ്ട്. പക്ഷേ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. സോ റെഡിയായതിനു ശേഷമുള്ള സ്നിപ്പെറ്റ്സ് ഞാൻ കാണിച്ചു തരാം. മഴ അത്യാവശ്യം കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പരിപാടി കഴിയുന്നവരെ വലിയ കുഴപ്പമില്ലാതിരിക്കട്ടെ. സോ വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ പുട്ടിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആക്കുകയാണ്. ആൻഡ് വേറെ എല്ലാവരും എണീറ്റു. അപ്പോൾ ഒരു ഒന്നിനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ ആമിക്കുട്ടിയുടെ അച്ഛനാണിത്. ഉറങ്ങി എണീറ്റ് വരുവാണ്. ഇത് എൻ്റെ അച്ഛൻ. കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കൊളുത്തുകയാണ്. രാവിലെ തന്നെ അതേ അമ്മ കരിപ്പിലാണ്. പക്ഷെ ക്യാമറ കണ്ടപ്പോൾ വേഗം ചിരിക്കുന്ന മുഖമായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ പുട്ടിനുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ചിരിക്കൂ, നോക്കിവിടെ എങ്ങനെയൊക്കെ കാണിച്ച് ഇതൊക്കെ ആയിരിക്കും ബ്ലോഗിൽ വരിക. രണ്ട് കുച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ ഒപ്പം എന്തായിരുന്നു? പുട്ടിൻ്റെ ഒപ്പം നമുക്ക് കടലക്കറിയാണ്. ലോകം തന്നെ ഇടിഞ്ഞു വീണാലും പത്രം വായിക്കാതെ എൻ്റെ ഭർത്താവ് പുറത്തോട്ട് ഇറങ്ങില്ല. ചേച്ചിയുടെ പിള്ളേരെയൊക്കെ എണീപ്പിച്ച് താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരെ ഇളയച്ചൻ്റെ കൂടെ രാവിലെ തന്നെ നല്ല കളിയും തുടങ്ങി. അപ്പം നമ്മുടെ ആമിക്കുട്ടീനെ അമ്മമ്മ കുളിച്ച് സുന്ദരിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ്റെ മേമയായ എന്നെയാണ് ഡ്രസ്സ് മാറ്റി സുന്ദരിയാക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ചേട്ടനും അനിയനും കൂടെ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് ഉടുത്തിട്ടുണ്ട്. ശരിയാക്കി ഇങ്ങോട്ട് ഞാൻ റെഡി ആവാൻ പോവാണ് ഗൈസ്. റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാരിയാണ് എടുത്തിരിക്കുന്നത്. അവിടെ ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ യെസ്, ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിച്ച് പോവാനുള്ള പരിപാടി സെറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേയുടെ അമ്മ. പുട്ട് തള്ളിക്കയറ്റുകയാണ്. ഓക്കെ, അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മളിപ്പോ ഓട്ടോയിലാണ്. ഇവിടെ പാലക്കാട് ഉള്ള വടക്കന്തറ അമ്പലത്തിലാണ് നമ്മൾ ചോറൂണിന് കൊടുക്കുന്നത്. സോ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അമ്മയും കൊച്ചും അച്ഛനും എല്ലാം കാറിലാണ് വരുന്നത്. ഒരു കാറേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളൊരു 9:45 അടുത്തായിട്ട് അമ്പലത്തിലെത്തി. എല്ലാവരും ഇതേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അമ്മാവന്മാരും കുറച്ച് കസിൻസും ഒക്കെ വരാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും തന്നെ അവർ എത്തിയിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചടങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി.
ഇനി എല്ലാവരും ദൈവത്തിനെ ഒന്ന് തൊഴാനായി ഒന്ന് വലം വെക്കാനൊക്കെ ആയിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ വയറ്റുള്ളവരെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ പരിപാടി തീർന്നു. ഇതെൻ്റെ കസിൻ രശ്മിയാണ്. ദേവട്ട ഞാനിയമ്മ. അപ്പം ഇതാണ് നമ്മൾ ചോറൂണ് കൊടുത്ത അമ്പലം. വടക്കന്തറക്കാവ് എന്നാണ് പേര്. ടൗണിൽ തന്നെ ഉള്ളതാ. ഓൾസോ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തത്. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിൽക്കുവാണ്. ഇനി ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ ചുമ്മാ ഫോട്ടോസ് എടുക്കുവാണ്. അങ്ങനെ പരിപാടിയെല്ലാം തടസ്സങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു. മഴയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അവിടെ നിന്നാണ്. സോ ഗൈസ്, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളാണ് ആദ്യം വീട്ടിലെത്തിയത്. കീ എല്ലാം അമ്മടയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളിങ്ങനെ മിണ്ടിയും പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്ത് നിന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് അവരെത്തി. എല്ലാവരും ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫുഡും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഫുഡ് വന്ന് എല്ലാവരും കഴിച്ചു. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളൊക്കെ തന്നെയായിരുന്നു വിളമ്പാനും എല്ലാത്തിനുമായിട്ട് നിന്ന്. അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. പരിപാടിയെല്ലാം നന്നായി നടന്നു. പരിപാടി കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി. ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് മഴ പെയ്തത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ എണീറ്റിരിക്കുകയാണ്. ആമിക്കുട്ടി ഇന്ന് കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഒന്നാമത് മധുരം കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് അവൾക്ക്. അങ്ങനെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഉറക്കമൊക്കെ എണീറ്റ് എല്ലാവരും ചിൽ ചെയ്തിരിക്കുകയാണ്. ഇളയച്ചൻ്റെ കൂടെ കളിച്ചും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ്. ഫോട്ടോസൊക്കെ നോക്കി. ഇനി വേറൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ വരാം. Till then, if you like the video, please do like, share and subscribe. അപ്പോൾ വീണ്ടും കാണാം.